നമസ്തേ വെൽക്കം ടു വേൾഡ് ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിൻ്റെ മോർണിംഗ് തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയിം പറയുക. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ്, മോർണിംഗ് തോട്ട്സ് എന്താണ്? കറൻറ്റ് ഫീലിങ്സ് തന്നെയാണ് മോർണിംഗ് തോട്ട്സ് കേട്ടോ. മോർണിംഗ് തോട്ട്സ് പ്ലീസ്. എന്താണ് രാവിലെ തന്നെ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുള്ളത്? അവരെന്ത് മൂഡിലായിരുന്നു രാവിലെ തന്നെ? 4 കാർഡ്സ് വീണിട്ടുണ്ട്. ഈ 4 കാർഡ്സ് നമ്മൾ എടുക്കത്തില്ല. ഓക്കെ, 3 of Pentacles, 4 of Pentacles, the Temperance. Please guide me universe. Chariot, 3 of Wands, Ace of Wands. Okay, give me one card, last one card. Queen of Pentacles, 2 of Wands. Bottom of the deck, 5 of Swords. ഐ ഹോപ്പ് നിങ്ങൾക്ക് കാർഡ്സ് ഒക്കെ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കാർഡ്സിലെ റീഡിങ്ങിലേക്ക് പോവാം. സയൻസ് നോക്കുവാണെങ്കിൽ ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ. എർത്ത് സൈൻ ആക്റ്റീവാണ്. എർത്ത് സൈൻ ആണ് കൂടുതലായിട്ടും ഇവിടെ ആക്റ്റീവായിട്ട് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഏരീസ്, ലിയോ, സജിറ്റേരിയസ്. ഫയർ സൈൻ ആക്റ്റീവാണ്. ജെമിനൈ, ലിബ്ര, അക്വേരിയസ്. എയർ സൈൻ ആക്റ്റീവാണ്. സോ ഈ ഒരു വ്യക്തിയുടെ മോർണിംഗ് തോട്ട്സ് എന്താണ് ഒരു വ്യക്തി രാവിലെ തന്നെ നിങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഓവറോൾ ലൈഫിലെ എനർജി എന്താണെന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണാം. കറണ്ട് സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നോ കോണ്ടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ചിലർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഇവരുടെ ഒരു രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവരുടെ ഫാമിലിയിൽ തന്നെ ഇവർ എഴുന്നേറ്റ് ആ ഒരു ടൈമിൽ മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നുണ്ടാവാം. ഒരു പക്ഷേ എന്തെങ്കിലും ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചർച്ചകളും കാര്യങ്ങളും ആയിരിക്കും നടന്നിട്ടുള്ളത്. കാരണം ഫാമിലി ഒരുമിച്ച് എന്തെങ്കിലും ട്രിപ്പ് പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശദമായിട്ടുള്ള സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുന്ന രീതിക്കൊക്കെ ഉള്ള ചർച്ചകൾ, അങ്ങനെ എന്തെങ്കിലും കുറേ കാലമായിട്ട് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ ഇരിക്കും ഇവരതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലായിരിക്കാം രാവിലെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ആ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യാമോ? സംതിങ് ഈസ് റിലേറ്റഡ് ടു ട്രാവലിംഗ്. ചിലരുടെയൊക്കെ വ്യക്തി രാവിലെ തന്നെ ട്രാവൽ ചെയ്തു പോകുന്ന ഒരു എനർജീസ്, അല്ലെങ്കിൽ ട്രാവലിങ്ങിലായിരിക്കാം, നൈറ്റ് ഫുള്ളും ട്രാവലിങ്ങിലായിരിക്കാം. എന്തെങ്കിലും ഫൈനാൻഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ആൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, യെസ്. എനിക്കിവിടെ കൂടുതലായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻസിൽ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഇവർ ഭയങ്കരമായിട്ടും കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൂടുതലായിട്ടും പൈസയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാവാം, കൊളീഗ്സ് ആവാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ കാണുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം നിങ്ങൾ. അപ്പം എന്താ പറയുക, നിങ്ങളവിടെ താമസിച്ചായിരിക്കാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ജസ്റ്റ് റീസെൻ്റായിട്ട് ആൾ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ മേ ബി ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ 3 സിറ്റുവേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണോ അത് മാത്രം എടുക്കുക. ഇത് 3 നിങ്ങളുടെ സിറ്റുവേഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മാച്ച് അല്ലെന്നേ ഉള്ളൂ. ബാക്കിയുള്ള എനർജീസ് നിങ്ങൾക്ക് മസ്റ്റായിട്ടും എന്താ പറയുക റെസണേറ്റ് ആവുന്നുണ്ടാവും. ഓക്കെ, റീഡിങ് ഫുൾ കാണാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഫുൾ റീഡിങ് നിങ്ങളുടേതാണെന്ന് നമുക്ക് പറയാൻ ഒക്കില്ലല്ലോ. ലക്ക് ഉണ്ടെങ്കിൽ ഫുൾ റീഡിങ് നിങ്ങളുടെ ആയിരിക്കും. നിങ്ങളെന്നുണ്ടെങ്കിൽ ഇടയ്ക്കുന്നൊക്കെ നിങ്ങൾക്ക് വേറെ സിനാരിയോസ് വരുന്നുണ്ടെങ്കിൽ അതുമായിട്ട് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ഓക്കെ, ഓക്കെ. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്താണ് ഈ ഒരു വ്യക്തി ചിന്തിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റിലേഷനിൽ ആൾക്ക് ചിന്തിക്കുമ്പം തന്നെ എപ്പോഴും എന്താ പറയുക ഒത്തിരി അധികം ഓബ്സ്റ്റിക്കിൾസ്, ചാലഞ്ചസ് ഒക്കെയാണ് ഈ റിലേഷനിൽ എപ്പോഴും ഉള്ളത്. അതായത് ഇവിടെ ഒരു ബാലൻസ് ഇല്ല.
ഏതൊരു ബന്ധത്തിലും നമുക്ക് ബാലൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ആ ബാലൻസ് ഈ റിലേഷനിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ, എപ്പോഴും ഏതൊരു സമയത്തും ഒരു പുതിയൊരു തുടക്കം ഉണ്ടായിട്ടുണ്ട്, വളരെ അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട്, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കി വീണ്ടും കണക്റ്റ് ആകുമ്പോൾ വല്ലാത്തൊരു മാഗ്നറ്റിക് പുൾ അട്രാക്ഷൻ ആയിരിക്കാം ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്കും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം അതൊക്കെ ശരിയാണ്. പക്ഷേ ബാലൻസ് ഇല്ലായ്മ ഈ റിലേഷനിൽ ഉണ്ട് നന്നായിട്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുക, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങളുടെ ഇടയിലുള്ളത്. എന്താ പറയുക, നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എപ്പോഴും ഈ റിലേഷനിൽ ഇത്രയൊക്കെ പ്രോബ്ലംസ് ഉള്ളത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം എപ്പോഴും നിങ്ങൾ രണ്ടുപേരും എത്രയൊക്കെ ക്ലോസ് ആയിട്ടിരുന്നെന്ന് പറഞ്ഞാലും വഴക്കുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും റിലേഷനെ കുറിച്ചിട്ടും ചിന്തിക്കാറില്ല, നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും ചിന്തിക്കാറില്ല. അതിൽ നിങ്ങൾ ചിക്കണം എന്നുള്ളൊരു വാദപ്രതിവാദമായിരിക്കും നിൽക്കുന്നുള്ളത്. ഇപ്പം നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസും ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസ് ആവാം അത്. അങ്ങനത്തെ ഒരു എനർജിയിലായിരിക്കാം ഈ ഒരു വ്യക്തി ഉള്ളത്. ഓക്കെ, അതെനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു വ്യക്തി എന്താ പറയുക, ചിലർക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രിപ്സും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കാം പോകുന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവൽ ചെയ്യാനായിട്ട്. അങ്ങനെ ഒരിടയ്ക്ക് നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് എനിക്കിവിടെ കാണുന്നുണ്ട്. ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മീറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നിങ്ങളെ മീറ്റ് ചെയ്യണം, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉള്ളതായിട്ടും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും ഈ ഒരു വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ വല്ലാത്ത സെൽഫിഷാണ്. വളരെ പോസസീവ്നെസ് ഉണ്ട് ഈ ഒരു വ്യക്തിക്ക്. പക്ഷേ ഇവർ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സെൽഫിഷ്നെസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു പോസസീവ്നെസ് വരുന്നത്, എന്നോടൊരു താല്പര്യം ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസസീവ്നെസ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ആൻസർ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. എപ്പോഴും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിക്കായിരിക്കാം ഈ റിലേഷൻ കൊണ്ടുവയ്ക്കുന്നുള്ളത്. അതൊരു പക്ഷേ ഫ്രണ്ട്സ് ആയിരിക്കാം, അവരുടെ ഇടയിലുള്ള തേർഡ് പാർട്ടി ഈ ഒരു കണക്ഷൻ ഇടയിൽ നിൽക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യാതിരിക്കാനായിട്ട് ഇവരുടെ ഫ്രണ്ട്സ് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ആൾ തന്നെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, എന്താവുമെന്നറിയാമല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാം എന്നുള്ളൊരു തോട്ട്സോ കാര്യങ്ങളോ ആവാം. പക്ഷേ എന്നാലും ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടാവണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയോ ആയിക്കോട്ടെ, ആസ് എ പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, എങ്ങനെയാണെങ്കിലും അവർ നിങ്ങളെപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ആയാലും വീണ്ടും റീകണക്റ്റ് ആവും, വീണ്ടും ഈ ഒരു വ്യക്തി പോയാലും വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, വൈ ഹിയർ ഈസ് 4 ഓഫ് പെൻറ്റാക്കിൾസ്. ചില കാർഡ്സ് മാത്രം നമുക്ക് ക്ലാരിഫൈ ചെയ്യാം, ബിക്കോസ് എനിക്കതിൽ ക്ലാരിറ്റി ഇല്ലാത്ത കാർഡ്സുകൾ നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നുണ്ടാവും. ഇവരൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. ഓക്കെ, ഇവരൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നേരത്തെ നിങ്ങളോട് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളുടെ പേരിൽ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് ഒരു ഗിൽറ്റ് ഉണ്ട്. അപ്പം ആ ഒരു ഗിൽറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് റീകണക്റ്റ് ആവണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. Why here is Chariot? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവരും ഒത്തിരിയധികം എഫോർട്ട് നിങ്ങളുടെ റിലേഷനിൽ എടുത്തിട്ടുണ്ടാവും. ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല, നിങ്ങളും എഫോർട്ട് എടുത്തിട്ടുണ്ടാവും. ഈ ഒരു വ്യക്തി ഒത്തിരിയധികം എഫോർട്ടുകൾ എടുത്തിട്ടുണ്ട് തുടക്കത്തിൽ. പക്ഷേ ശരിക്കും ഈ ഒരു റിലേഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപ്സ് ആൻഡ് ഡൗൺസ് കാരണം കൊണ്ട് ഇനി ആൾക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോട്ട്സാണ്, അല്ലെങ്കിൽ സ്വയമേ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനത്തെ ഒരു എനർജീസും ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ആളുകൾ എപ്പോഴും തെറ്റുകൾ അവനവൻ്റെ ഭാഗത്താണെങ്കിലും ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് വാദിക്കാറുണ്ടല്ലോ. അതുപോലത്തെ ഒരു ബ്ലെയിമിങ് മെൻറ്റാലിറ്റിയാണ് നിങ്ങളെക്കുറിച്ചിട്ട് ഈ ഒരു വ്യക്തിക്കുള്ളത്. ഞാൻ നിങ്ങളുടെ തലയിലേക്ക് എല്ലാ കുറ്റങ്ങളും ചുമത്തി തരികയാണ്, നിങ്ങളാണ് മിസ്റ്റേക്ക് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. ഇപ്പം എന്തൊക്കെയാണെങ്കിലും നിങ്ങളെപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം, ഒരു ന്യൂ ബിഗിനിങ് വേണം, ഇവരുടെ ലൈഫിലെ എല്ലാ ഉയർച്ചകളിലും താഴ്ചകളിലും നിങ്ങൾ അവരോട് കൂടെ ഉണ്ടാവണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. അത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഒരു പക്ഷേ ആൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല, അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ അത്രയും ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ളൊരു റിലേഷനാണ്, നിങ്ങളോട് ശരിക്കും അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ട്. ചിലർക്ക് ഇഷ്ടമുണ്ടെങ്കിലും അതൊരു റിയലൈസേഷൻ ഉണ്ടാവില്ല, അത് ഫ്രണ്ട്ഷിപ്പാണോ
അല്ലെങ്കിൽ ഇതൊരു സ്നേഹമാണോ എന്നുള്ള രീതിക്കൊരു റിയലൈസേഷൻസ് ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് എന്തും ആയിക്കോട്ടെ, അതിപ്പം എന്ത് തരത്തിലുള്ള റിലേഷനാണ് നിങ്ങളുടേതെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടമാണത് എന്നുള്ളൊരു ക്ലാരിറ്റി ഈ ഒരു വ്യക്തിക്കില്ല. ഒരു വല്ലാത്തൊരു ഇല്യൂഷനിലാണ് അവരിയ്ക്കുന്നത്. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ദ ഡ്രീമിൻ്റെ കാർഡാണ് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. 6 ഓഫ് പെൻറ്റാക്കിൾസ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരി അധികം മിസ് ചെയ്യുന്ന അത് ഒരു പക്ഷെ നിങ്ങളുടെ എനർജീസ് ആവാനും ചാൻസസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒത്തിരി അധികം ഒരു വ്യക്തിയെ മിസ് ചെയ്യുന്നുണ്ടാവില്ല, ആ ഒരു വ്യക്തിയുടെ എനർജീസും ആവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ എനിക്ക് കൂടുതലായിട്ടും നിങ്ങളുടെ എനർജീസായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പക്ഷേ ഡീപ്പ് ഇൻസൈഡ് നിങ്ങളുടെ മൈൻഡിൽ എന്താണ്, ഇനി ഈ റിലേഷൻഷിപ്പിൽ ഒരു ഭാവിയില്ല, ഈ ഒരു വ്യക്തി വരില്ലേ, എങ്ങനെയോ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഹോപ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഒരു റിലേഷനിൽ ഇനി ഒരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ള രീതിക്ക് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ വേർത്ത് മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്റ്റിൽ വെയിറ്റ് ചെയ്യുകയാണെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു ഗൈഡൻസ്, ഈ റീഡിംഗ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ ലോങ് റീഡിങ്സ് എടുക്കുന്നില്ല, എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ വെച്ച് റീഡിംഗ് ക്ലോസ് ചെയ്യുകയാണ്. ബാക്കിയുള്ള കാർഡ്സ് ക്ലാരിഫൈ ചെയ്യുന്നില്ല. ബാക്കിയുള്ള നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേറെ റീഡിങ്സ് അപ്ലോഡ് ചെയ്യാം വൈകുന്നേരം ആ ഒരു ടൈമിൽ കേട്ടോ. അപ്പം ഇവിടെ എന്താണ് പറയുക, ഇവിടെ ഒരു നിങ്ങൾ നിങ്ങളുടെ വോർത്ത് മനസ്സിലാക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ക്യൂൻ ഓഫ് പെൻറ്റാക്കിൾസ് ആയിരിക്കുന്ന നല്ലൊരു എനർജിയാണ്. പക്ഷേ നിങ്ങളൊരു എംപറർ ആവുക അല്ലെങ്കിൽ ഒരു എംപ്രസ് ആവാൻ ശ്രമിക്കുക, മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും. അപ്പം കാർഡ്സ് ഒരിക്കലും നമ്മുടെ ജെൻഡർ എനർജീസ് അല്ല പറയുന്നത്. ഇപ്പോൾ എംപ്രസ് ആണെങ്കിലും അതൊരു മെയിലാണ് ഫീമെയിൽ ആണ് എന്നുള്ളൊരു എനർജി അല്ല. കാർഡ്സ് എപ്പോഴും എനർജീസിനെ മാത്രമേ പറയുള്ളൂ. അപ്പം അതൊരു ജെൻഡർലെസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളൊരു എംപ്രസ് ഒക്കെ ആവാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിൽ എംപ്രസ് എപ്പോഴും എന്താണ്, എംപ്രസ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും അങ്ങോട്ട് പോകത്തില്ല. എല്ലാവരും എംപ്രസിൻ്റെ അടുത്തേക്കാണ് വരുന്നത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മനസ്സിലായോ? അപ്പം നമ്മൾ അത്രയും ഒരു എനർജിയിൽ നമ്മൾ ആ ഒരു എംപ്രസ് ഹൈ ലെവൽ ഓഫ് സെൽഫ് ലവ് എനർജീസാണ് എംപ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എനർജിയിൽ നിങ്ങൾ ഇരിക്കാനായിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ശ്രമിക്കുക, മസ്റ്റായിട്ട് കേട്ടോ. എപ്പോഴും ഒരു കണ്ടീഷനിങ്ങിൻ്റെ എനർജിയിലിരിക്കുക. നിങ്ങളുടെ വർത്ത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. ആ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. പിന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം ക്ഷമ എന്നുള്ളതാണ്. ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. എന്ത് കാര്യത്തിനും ഇന്നതേ എല്ലാ കാര്യങ്ങളും നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, അതുപോലെ തന്നെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഇപ്പം ഏത് വിശുദ്ധ ഗ്രന്ഥങ്ങളാണെങ്കിലും പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഒത്തിരി അധികം അതിലേക്ക് റഷ് ചെയ്യാൻ പാടില്ല. വെയിറ്റ് ചെയ്യുക. നമ്മൾ പറയില്ലേ, ക്ഷമയുടെ ഫലം എപ്പോഴും മധുരമുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പല കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ഒരു റിലീജിയസ് ആയിട്ട് ഒരു കാര്യങ്ങളും സംസാരിക്കുന്നില്ല. കാരണം നമ്മൾ സ്പിരിച്വാലിറ്റിയിലാണ് നിൽക്കുന്നുള്ളത്. അപ്പോൾ നമ്മളൊരു റിലീജിയൻ ബേസ്ഡ് ആയിട്ടൊന്നും അല്ല. അപ്പം അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ട്രസ്റ്റാണ് എല്ലാം. ലോ ഓഫ് അട്രാക്ഷനും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ടാണ് അത് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏതൊരു ടൈമിലാണെങ്കിലും നിങ്ങൾക്കത് തിരിച്ചു വരും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, എനിക്ക് വേണ്ട സമയത്തല്ലേ എനിക്ക് ആ റിലേഷനല്ല ആ ഒരു വ്യക്തിയുടെ കെയറും ലവും വേണ്ടത്, പിന്നീട് അത് വന്നിട്ട് എന്താണ് കാര്യം? ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ തന്നെയാണ്. മനസ്സിലായോ? നിങ്ങളെ ഡിവൈൻ പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം ആ ഒരു ടൈമിൽ നിങ്ങൾക്കത് ആവശ്യമില്ല. അത് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് ഹാം ആയിരിക്കാം. അതുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ടാണ് ഡിവൈൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പം അത് ഏറ്റവും ബെറ്റർ ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത് നിങ്ങളെ ഹാം ആക്കാത്ത ഒരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അത് നല്ലതായി അതിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പോഴാണ് ആ ഒരു ടൈമിങ്ങിലാണ് നിങ്ങൾക്ക് അതിനെ കൊണ്ടുതരുന്നത്. കാരണം യൂണിവേഴ്സിന് അറിയാം ഇപ്പോൾ ഈ ഒരു വ്യക്തി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഈ ഒരു വ്യക്തി സേഫാണ് അവരുടെ അടുത്ത്. അങ്ങനൊരു റിയലൈസേഷൻസ് അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് എന്താ പറയുക യൂണിവേഴ്സ് വരുന്നുണ്ടാവും. ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരിക്കലും നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഡിവൈൻ പവർ നമുക്കൊരിക്കലും മോശം വരണം എന്നൊരിക്കലും ആഗ്രഹിക്കാറില്ല. സോ നിങ്ങൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ പവറിൽ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ മനുഷ്യരിൽ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്നതിലും ഭേദം നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ പവറിൽ നിങ്ങൾ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഒരു ഗൈഡൻസ് ആണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഗൈഡൻസ് ആവശ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇത്രയും ഗൈഡൻസ് ഈ ഒരു ടൈമിൽ തന്നത്. അപ്പോൾ വൈകിട്ട് നമുക്ക് വേറൊരു റീഡിങ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്, നമ്മൾ എൻഡ് ചെയ്യുന്നത് റീഡിങ്. ഈ കമൻറ്റ് സെക്ഷനിൽ അതും ഇതൊന്നും പറയാൻ നിൽക്കേണ്ട കേട്ടോ, നമ്മുടെ സിറ്റുവേഷൻസ് അതല്ലേ. ഓക്കെ, താങ്ക് യു.